നമസ്കാരം. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ തുടരാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നിർണായക നീക്കം. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ ഇസ്രയേൽ ലെബനൻ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഹിസ്ബുള്ളയിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ലെബനനെ അമേരിക്ക സഹായിക്കുമെന്നും വരും ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചകളിൽ പങ്കെടുത്തു. നിലവിൽ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വലിയ തടസ്സമായി തുടരുകയാണ്. ഇസ്ലാമാബാദിൽ ഇറാൻ പ്രതിനിധികളുമായി നിശ്ചയിച്ചിരുന്ന ചർച്ചകൾ നടക്കാത്തത് മേഖലയിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതോടെയാണ് ഈ സംഘർഷം ആരംഭിച്ചത്. നിലവിൽ ലെബനൻ അതിർത്തിക്കുള്ളിൽ 10 കിലോമീറ്ററോളം ഇസ്രായേൽ സൈന്യം ബഫർ സോൺ സ്ഥാപിച്ചിട്ടുണ്ട്. തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാനാണ് നീക്കമെന്നാണ് ഇസ്രായേലിന്റെ വാദം. സമാധാന ചർച്ചകളെ ഹിസ്ബുള്ള തള്ളിക്കളഞ്ഞത് പ്രതിസന്ധി സങ്കീർണമാക്കുന്നു. ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന കരാറുകൾ തങ്ങൾ പാലിക്കില്ലെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും 1948 മുതൽ ഔദ്യോഗികമായി യുദ്ധത്തിൽ തുടരുന്ന ഇസ്രായേലും ലെബനനും തമ്മിലുള്ള നേരിട്ടുള്ള സംഭാഷണങ്ങളെ വലിയൊരു നയതന്ത്ര മുന്നേറ്റമായാണ് ലോകം കാണുന്നത്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഈ ചർച്ചകൾ വഴിതെളിക്കുമെന്ന് ലെബനൻ സർക്കാർ പ്രത്യാശിക്കുന്നുണ്ട്. ഇസ്രായേലുമായും അമേരിക്കയുമായും ചർച്ചയ്ക്ക് തയ്യാറാകാൻ മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സമാധാന ചർച്ചകളിൽ തങ്ങളെ പ്രതിനിധീകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് ലെബനന്റെ നിലപാട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വഴി ഇറാൻ എണ്ണ കടത്തുന്നത് തടയാൻ ട്രംപ് കർശന നടപടികളും സ്വീകരിച്ചു. പേർഷ്യൻ ഗൾഫിൽ കുഴിബോംബുകൾ സ്ഥാപിക്കുന്ന ഇറാനിയൻ ബോട്ടുകളെ വെടിവെച്ച് വീഴ്ത്താൻ അദ്ദേഹം അമേരിക്കൻ നാവികസേനയ്ക്ക് ഉത്തരവ് നൽകിക്കഴിഞ്ഞു. ഇറാനിയൻ ബന്ധമുള്ള ഓയിൽ ടാങ്കറുകൾ അമേരിക്കൻ സേന പിടിച്ചെടുത്തതും സംഘർഷം രൂക്ഷമാക്കിയിട്ടുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ തകരുമെന്ന ആശങ്കയെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $103 മുകളിലെത്തി. പശ്ചിമേഷ്യയിലെ നയതന്ത്ര ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും സൈനിക നടപടികളും സാമ്പത്തിക ഉപരോധങ്ങളും മേഖലയെ കലുഷിതമായി തന്നെ നിലനിർത്തുകയാണ്. ഇന്നലെയും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രമുഖ മാധ്യമപ്രവർത്തക അമൽ ഖലീലാണ് കൊല്ലപ്പെട്ടിരുന്നത്. സംഭവം മേഖലയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിരുന്നു. ഹിസ്ബുള്ള അനുകൂല പത്രമായ അൽ അഖ്ബറിലെ റിപ്പോർട്ടറായ അമൽ ഖലീൽ അൽത്തിരി ഗ്രാമത്തിന് സമീപം വാർത്താശേഖരം നടത്തിയപ്പോഴാണ് ആക്രമണത്തിനിരയായത്. ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നാണ് മണിക്കൂറുകൾക്ക് ശേഷം ഇവർ മൃതദേഹം കണ്ടെടുത്തത്. അമലിനൊപ്പം ഉണ്ടായിരുന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ സൈനബ് ഹവജറിന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയാണ് ഇസ്രായേൽ സൈന്യം ഇവരെ ലക്ഷ്യം വെച്ചതെന്ന് ലെബനീസ് ഇൻഫർമേഷൻ മന്ത്രി പോൾ മാർക്കോസും സ്ഥിരീകരിച്ചിട്ടുണ്ട്.